കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപൻ എഴുതിയ 2 പുസ്തകങ്ങൾ ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. പ്രതാപന്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങളും അച്ഛൻ വന്ന് വിളക്കൂതി എന്ന പുസ്തകത്തിന്റെ ഗൾഫ് പതിപ്പുമാണ് മേളയിൽ പ്രകാശനം ചെയ്തത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ടി.എൻ. പ്രതാപന്റെ എഴുതപ്പെടാത്ത ആത്മകഥയുടെ രൂപവും ഭാവവുമായാണ് 354 പേജുകളുള്ള തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചത്. UAE രാജകുടുംബാംഗം ഷെയ്ഖ് സെയ്ഫ് ബിൻ അബ്ദുള്ള അൽ ഷംസി പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ SS ലാൽ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ഹരിതം ബുക്സ് ആയിരുന്നു പ്രസാധകർ. വലിയ കാലിക പ്രാധാന്യമുള്ള പുസ്തകമായ അച്ഛൻ വന്ന് വിളക്കൂതി എന്ന പുസ്തകത്തിന്റെ ഗൾഫ് പതിപ്പാണ് രണ്ടാമത്തെ പുസ്തകം. UAE സ്വദേശി സുൽത്താൻ മജീദ് അൽ ഷംസി പ്രകാശനം നിർവഹിച്ചു. VT സലിം ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ഗ്രീൻ ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. രണ്ട് പുസ്തകങ്ങളും ഈ വേദിയിൽ പ്രകാശിക്കപ്പെട്ടിരിക്കുകയാണ്. വായിക്കാൻ മോഹമുണ്ടായിട്ടും ഈ വെളിച്ചത്തിന് മണ്ണെണ്ണയില്ലാതെ അച്ഛൻ പുറകിൽ നിന്ന് വന്ന് വിളക്കൂതി നാളെ സന്ധ്യയ്ക്ക് മണ്ണെണ്ണ ഉണ്ടാവില്ല, അതുകൊണ്ട് രാത്രി മുഴുവൻ വായിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വിളക്കൂതിയത്, ആ ഓർമ്മയിൽ നിന്നാണ് ഞാൻ അച്ഛൻ വന്ന് വിളക്കൂതി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. ആ പുസ്തകം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളയിൽ വരാൻ വേണ്ടി കഴിഞ്ഞതിൽ വലിയ സന്തോഷവും അഭിമാനവും. ഇത് വീണ്ടും വീണ്ടും പിന്നെ ചിന്തിക്കാനും എഴുതാനും കൂടിയിട്ടുള്ളൊരു പ്രചോദനം കൂടിയാണ്. 350 പേജോളമുള്ള ഹരിതം ബുക്സ് റിലീസ് ചെയ്തിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ലേഖനങ്ങൾ എന്നുള്ളത് ആനുകാലിക പത്രങ്ങളിൽ, എല്ലാ മലയാള പത്രങ്ങളുടെയും എഡിറ്റോറിയൽ പേജുകളിൽ ഞാൻ നേരത്തെ ലേഖനങ്ങൾ എഴുതാറുണ്ടായിരുന്നു. അതുകൂടാതെ പ്രസിദ്ധീകരിച്ച എൻ്റെ മറ്റു പല പുസ്തകങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ലേഖനങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് ഹരിതം ബുക്സ് ഇത്ര ഒരു ലേഖന സമാഹാരം ഇറക്കിയത്. ഷാർജ എക്സ്പോ സെന്ററിലെ റൈറ്റേഴ്സ് ഫോറത്ത് നടന്ന ചടങ്ങിൽ നിരവധി പേർ ആശംസകൾ നേർന്നു. അടുത്ത വർഷവും തന്റെ പുസ്തകം ഉണ്ടാകുമെന്ന് പ്രതാപൻ കൂട്ടിച്ചേർത്തു. ടി.എൻ. പ്രതാപനുള്ള ഷാർജ ബുക്ക് അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് K. മോഹൻകുമാർ വേദിയിൽ സമ്മാനിച്ചു. ജയ്ഹിന്ദ് ന്യൂസ്, ഷാർജ. Lulu Hypermarket, home delivered. Download the Lulu app now.